മാനസികമായി അകന്നു കഴിയുന്ന ഭർത്താവിനെ എങ്ങനെ നിങ്ങളിലേക്ക് അടുപ്പിക്കാം, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഭാര്യമാർ ഈ 5 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, അതിനനുസൃതമായി പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഭർത്താക്കന്മാരിൽ നിന്നും ഒരു പോസിറ്റീവ് നിലപാട് കിട്ടുന്നതാണ്. 1. നിങ്ങൾ അവരുമായി അകലുന്നു എന്ന് തോന്നുമ്പോഴാണ് ഭർത്താവ് നിങ്ങളുമായി അകലുന്നത്. ആ ധാരണ ഭർത്താവിൽ നിന്ന് മാറുവാനായി നിങ്ങൾ അദ്ദേഹത്തെ കൂടുതലായി സ്നേഹിക്കാൻ തുടങ്ങുക. അങ്ങനെ കുറച്ചുനാൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതാണ്. ധാരണകൾ മാറുമ്പോൾ അവസ്ഥകളും മാറുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 2. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് എപ്പോഴും ഒരു സപ്പോർട്ടായി മാറുക. ഏത് കാര്യത്തിലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ പഠിച്ചിരിക്കുക. അത് അവരുടെ മാനസികാവസ്ഥ മാറ്റിമറിക്കും. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ആ മനസ്സിൻ്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറാൻ ഇടയായിത്തീരുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് അവർ കൂടുതൽ അടുത്തു വരാൻ ഇടയായിത്തീരും. അറിഞ്ഞിരിക്കുക. 3. ഏത് കാര്യങ്ങളും അവരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുക. അത് കുടുംബത്തെ കാര്യമായിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, നിങ്ങൾ നല്ലപോലെ ഇടപെടുന്ന ഒരു വ്യക്തിയായി തീരുക. അവരോട് സംസാരം കുറയുമ്പോൾ ഏത് ബന്ധങ്ങളും ഒലിയാൻ തുടങ്ങും. അതുകൊണ്ട് അവരോട് എപ്പോഴും നല്ല ഒരു ആശയവിനിമയം പുലർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ മാറി നിൽക്കരുത്. അത് ഭർത്താവ് കൂടുതൽ നിങ്ങളിലേക്ക് വരുവാൻ ഇടയായിത്തീരും. എത്ര മാറി നിൽക്കുന്ന ഭർത്താക്കന്മാരും. അറിഞ്ഞിരിക്കുക. 4. ഭർത്താവിൻ്റെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ പഠിച്ചിരിക്കുക. അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കി അവരുടെ മനസ്സിനെ തകർക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അത് ആവർത്തിക്കാതിരിക്കുക. അത് അവരിൽ മാറ്റം വരുവാനും നിങ്ങളിലേക്ക് അവർ കൂടുതൽ അടുത്തു വരുവാൻ ഇടയെത്തിയിരുന്നൊരു കാര്യമാണ്. 5. വെറുതെ ആണെങ്കിലും കുറേ സമയം ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിരിക്കുവാൻ ഭാര്യമാർ സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ അതിനൊരു മനസ്സ് വെക്കുക. ഇതുവരെ ഭർത്താവിൻ്റെ അടുത്ത് പോകാത്തവരാണെങ്കിൽ, എപ്പോഴും കീരിയും പാമ്പ് പോലെ ഇരിക്കുകയാണെങ്കിൽ, ആ ഭർത്താവിനോട് ഒന്ന് സ്നേഹത്തോടെ ഇടപെടാൻ നിങ്ങളൊന്ന് പഠിച്ചിരുന്നാൽ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുന്നതാണ്. അദ്ദേഹം കൂടുതൽ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നതാണ്. നിങ്ങൾക്കാണ് നിങ്ങളുടെ ഭർത്താവിനെ ശരിക്കും അറിയാവുന്നത്. അതനുസരിച്ച് വളരെ ശ്രദ്ധയോടെ പെരുമാറാൻ നിങ്ങൾ പഠിച്ചിരിക്കുക. പറ്റി അടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് പണി വാങ്ങിക്കൂട്ടാൻ ഞാൻ പറയില്ല. അവരോട് വിട്ടു നിൽക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിക്കുകയാണെങ്കിൽ അകന്നിരിക്കുന്ന, അല്ലെങ്കിൽ മാനസികമായി അകന്നിരിക്കുന്ന ഭർത്താക്കന്മാർ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരും. നിങ്ങളുടെ ആ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ, നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ അവസ്ഥകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവരെ അങ്ങനെ ആക്കി തീർത്ത്. അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലാതെയും സംഭവിക്കും. ഭർത്താക്കന്മാരുടെ ഭാഗത്തെ കുറ്റം കൊണ്ട് സംഭവിക്കും. ഏത് രീതിയിലും വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം ഭർത്താവിൻ്റെ ആ സ്നേഹത്തെ പിടിച്ചു പറ്റുവാൻ, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ടാക്കി എടുക്കുവാൻ മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാം കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുക. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ നിങ്ങൾക്കാണ് അറിയാവുന്നത്. അതനുസരിച്ച് അവരെ ഡീൽ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയൊക്കെ ശാരീരിക ഉപദ്രവം ചെയ്ത് സന്തോഷിക്കുന്നവരുമുണ്ട്. അവർക്ക് ഏതെങ്കിലും മദ്യത്തിനോ അങ്ങനെയൊക്കെ അടിമപ്പെട്ട് വന്ന് ശാരീരികമായി ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടറിഞ്ഞ് അവരിൽ നിന്ന് മാറി നിൽക്കാനും ഭാര്യമാർ പഠിച്ചിരിക്കണം. എല്ലാം അങ്ങോട്ടേക്ക് ചെന്ന് സ്നേഹം അഭിനയിക്കാൻ അല്ലെങ്കിൽ സ്നേഹം കാണിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.